കഴിഞ്ഞ വീഡിയോയുടെയൊക്കെ ബാക്കിയായിട്ടുണ്ട് ഈ വീഡിയോ പറയുന്നത്. അങ്ങനെ നന്ദു ഇതുപോലെ ആക്സിഡൻ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ആരോ നമ്മുടെ നയനനെ കോൾ ചെയ്യുകയും അവൾ പോയിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജയിൽ ഇങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, പൂജ എല്ലാവരും നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന മുറിയിലേക്ക് കയറി പോവാണ്. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, എങ്കിലും ആദർശേട്ടാ ആരായിരിക്കും അമ്മാതിരി പണി കാണിച്ചത്? അവൾക്ക് ആക്സിഡൻ്റ് എന്നൊക്കെ അവർ വിളിച്ച് പറഞ്ഞെങ്കിൽ അത്രമാത്രം ദേഷ്യമുള്ള ആരും ആയിരിക്കില്ലേ? ആരായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, എന്തായാലും നമ്പർ നമുക്ക് പോലീസിൽ കൊടുത്തല്ലോ, നീ ഒന്നും കൂടി വിളിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട്. ഇല്ല ആദർശേട്ടാ, സ്വിച്ച് ഓഫാ, ഞാൻ ഇപ്പോൾ കൂടി വിളിച്ച് നോക്കിയതേ ഉള്ളൂ. എങ്കിലും ആരായിരിക്കും അമ്മാതിരി പണി കാണിച്ചതെന്നൊക്കെ ഇങ്ങനെ നയന ആലോചിക്കുന്നുണ്ട്. എന്നാലും പോലീസ് അന്വേഷിക്കട്ടെ നയന, ആരെല്ലാം കണ്ടുപിടിക്കുമല്ലോ എന്നൊക്കെ അവളും പറയാണ് കേട്ടോ. നയന ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടാ എന്തിനാ എനിക്ക് അങ്ങനെ പറഞ്ഞത്? നയനക്ക് അവൾക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ആർക്ക് എന്താ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അല്ല ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാവുള്ളൂ, നീ ഇവിടുന്ന് മാറിയെന്നാൽ അത് ആരായിരിക്കും? അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? ജാനകി ചെറിയമ്മയും അനാമികയും അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. പറയാൻ പറ്റില്ല, ഇപ്പം അവർ ഏറ്റവും വലിയ ശത്രു നീയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ചെയ്താലും വേണ്ടില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഒരിക്കലും അവരെങ്ങനൊന്നും ചെയ്യില്ല ആദർശേട്ടാ, അതൊക്കെ നമ്മുടെ വിശ്വാസം തോന്നലല്ലേ നയന? ഇപ്പം കണ്ടുകൊണ്ട് സംഭവങ്ങളൊക്കെ അവരിതുവരെയുള്ള അവർ സ്വഭാവത്തെ വെച്ച് നോക്കിക്കേ, അവരങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണോ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അനാമിക ചെയ്താലും ചെറിയ അങ്ങനെ ചെയ്യില്ല, കാരണം ജലജാപ്പച്ചയാണെങ്കിൽ നമ്മൾ കണ്ണുമുട്ടി സമ്മതിക്കായിരുന്നു. പക്ഷെ ജാനകി ചെറിയമ്മ ആയതുകൊണ്ട് ഒരിക്കലും അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ജലജയ്ക്ക് നല്ല സംശയം കേട്ടോ. ജലജ മുറിയിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആബി വരുന്നുണ്ട്. ഡാ പൊട്ട, നീ ഇങ്ങനെ നടന്നോ? അവിടെ നടക്കുന്ന പോലെ നീ അറിയുന്നുണ്ടോ? നീ എങ്ങനെ ഇപ്പോൾ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണല്ലോ, ഞാൻ കണ്ടു അവളെ പോയി തടവിയിരുന്ന് സമാധാനിപ്പിക്കുന്നത്. അത് മാത്രം മതിയല്ലോ നിനക്ക്? എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഇറക്കി വിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് വല്ല ചിന്തയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കാം കേട്ടോ ആബി. എടാ നീ ആലോചിച്ച് നോക്കിയേ, നയനെ കൃത്യ സമയത്ത് തന്നെ ആരായിരിക്കും ഒരു പെണ്ണ് വിളിക്കുക? ആ പെണ്ണിൻ്റെ ഫോൺ അതിനുശേഷം സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നുണ്ട്. ഇവിടെ പൂജ മുടക്കാൻ പോകുന്ന കാര്യം പറയാൻ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ മനപ്പുറം ഈ പൂജ മുടക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ എങ്ങനെയൊക്കെ ചെയ്തത്? നന്ദുവിന് ശരിക്കറിയുന്ന ആരവാ? നീ ആലോചിച്ച് നോക്കിയേ, കൃത്യസമയത്ത് തന്നെ അനാമിക വാഷ്റൂമിൽ പോന്ന് നീ കണ്ടായിരുന്നോ? അതുപോലെ തന്നെ നയനോട് പോയ സമയത്ത് അനാമിക വാഷ്റൂമിൽ നിന്ന് വരികയും ചെയ്തു. അതിനൊക്കെ അർത്ഥം എന്താ? ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും അനാമികയ്ക്ക് വല്ല കുലുക്കം ഉണ്ടായിരുന്നോ? എൻ്റെ മനസ്സ് മൊത്തം ശരിയാണെന്നുണ്ടെങ്കിൽ അനാമിക തന്നെ ആയിരിക്കും അവളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവളെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ അവന് നല്ല സുഖമായിട്ട് അവളുടെ കൂടെ ജീവിക്കാമല്ലോ, അതൊക്കെ കരുതിയിട്ടായിരിക്കും ഇപ്പം നയനയാണല്ലോ ഒക്കെ തടസ്സാട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ബലമായ സംശയം അവൾ തന്നെ ആയിരിക്കുമെന്നാ ഈ ഒരു ചതി ചെയ്തത്. അബി പറയുന്നുണ്ട്, എന്തായാലും ആദിശേട്ടൻ ഈ കേസ് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആദിശേട്ടൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുക, ആരാണെങ്കിലും അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ അതല്ലേ അതിൻ്റെ ടെക്നിക്ക്? ആ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാ, അതുകൊണ്ട് അതിൻ്റെ സ്ഥലം ഇവിടെ അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആ സിം കാർഡ് ഇപ്പം ഒടിച്ചു കളഞ്ഞാലും മതി, ഫ്ലഷ് ചെയ്താലും ആ സിമ്മിൻ്റെ കഥ അതോട് കഴിഞ്ഞു. അതൊക്കെ അറിയാവുന്നവരല്ലേ ഈ നാട്ടിലുള്ള എല്ലാവരും, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും ചെയ്യാമെന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക റൂമിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണെങ്കിലും ഇനി എന്നെ കണ്ടുപിടിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആ സിം കാർഡ് ഒടിച്ച് അനാമിക അപ്പം തന്നെ ഫ്രഷ് ചെയ്ത് വിടുന്നുണ്ട്. ഇനി ഈ ഫോൺ ഞാൻ ഓഫാക്കില്ല, പിന്നെ എങ്ങനെ എന്നെ കണ്ടുപിടിക്കണമെന്ന് അറിയണമല്ലോ. ശരിക്കും അനാമിക തന്നെയാണ് കേട്ടോ ആ സമയത്ത് വിളിക്കുന്നത്. അനാമിക ഓർക്കാണ്, ആ പൂജയ്ക്ക് അവൾ പങ്കെടുക്കരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എന്നിട്ടവൾ വന്നല്ലോ കൃത്യസമയത്ത് തന്നെ. ആ നന്ദുവിന് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞപ്പം എന്തൊരു വെപ്രാളമായിരുന്നു എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാക്ക്. എന്നെ പോലെ വേണ്ടെന്ന് വെച്ച് അവൻ പോവല്ലായിരുന്നോ? ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട്, അവനൊരു സമാധാനം കൊടുക്കില്ല. ആ നന്ദുവിനെ അവൻ മറക്കണം, അല്ലെങ്കിൽ ഞാൻ മറപ്പിക്കും ഞാൻ എന്നൊക്കെ പറയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും മുറിയിലേക്ക് ജലജ കയറി വരികയാണ്. അല്ല മോളെ, എന്താ ആകപ്പാട് ടെൻഷൻ പോലെ? ഒന്നുമില്ല അപ്പച്ചി. എന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മോള് കണ്ടല്ലോ അല്ലേ? ആരോ നയനനെ വിളിച്ചിട്ട് പറഞ്ഞൊക്കെ മോള് കേട്ടില്ലേ? നന്ദു ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചത്. എന്നിട്ട് അവൾ ചെന്നപ്പോഴോ അവിടെ ആക്സിഡൻറ്റും ഇല്ല, ആട് ഇടുന്നത് പൂട പോലും ഇല്ല എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ തലവണിച്ച് നിൽക്കുന്നുണ്ട്. അല്ല അനാമിക, നീ തന്നെയല്ലേ കോളിൽ നിന്ന് ചോദിക്കുകയാണ്? ഞാനോ? അപ്പച്ചി എന്തൊക്കെയാണ് പറഞ്ഞേ? ഞാനങ്ങും വിളിച്ചിട്ടില്ല. ഞാനെന്തിനാ അവളെ വിളിക്കുന്നത്? ഞാൻ ആ സമയത്ത് പൂജയെ നിൽക്കലായിരുന്നോ? അല്ല, നീ ആ സമയത്ത് വാഷ്റൂമിൽ പോയായിരുന്നു, ഞാൻ കണ്ടായിരുന്നു നിന്നെ. നീ പോയതിനു ശേഷം നിനക്ക് നല്ല പരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും സംഭവം നടന്നിട്ട് നീ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി നീ തന്നെയാണ് അതിന് പിന്നിലെന്ന്. കാരണം നന്ദുവിന് അത്ര കൃത്യമായിട്ട് അറിയാവുന്നതും ഈ പൂജ ഇപ്പം നടക്കാൻ പോവാണെന്നും അനാമിക നയന ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ലെന്നുള്ളതൊക്കെ നിന്റെ ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പം എല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെ ആയിരിക്കല്ലോ.
അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. നീ എൻ്റെ അടുത്ത് സമ്മതിക്കണ്ട, പക്ഷെ സമ്മതിക്കേണ്ടി വരും. എവിടെയെന്നറിയാമോ, ആദർശയെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നീ സിം ഡിസ്പോസ് ചെയ്താൽ പോലും ആ ഫോണിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് അറിയാമല്ലോ. ലാസ്റ്റ് ലൊക്കേഷൻ ഈ വീട് തന്നെയാണെങ്കിൽ തീർന്നില്ലേ പിന്നെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. എന്താ അനാമിക, ഞാൻ പറഞ്ഞപ്പോൾ ശരിയല്ലേ, ഇപ്പം ചെറിയ പേടിയൊക്കെ നിനക്ക് വരുന്നില്ലേ? അപ്പോഴേക്കും അനാമിക ജലജയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി ചതിക്കരുതേ, ഞാനാ ചെയ്തത്, സോറി, എന്നോട് ക്ഷമിക്കണം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് തലയൂറണമെന്ന് പറയാണ്. നീയൊന്നും പേടിക്കണ്ട, ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ, എന്തായാലും എനിക്ക് പറ്റിയ ആളെ തന്നെ നിന്റെ ബുദ്ധിയൊക്കെ എന്തായാലും കൊള്ളാം, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എൻ്റെ മകൻ എപ്പോഴും ഇങ്ങനെ അവൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധി പ്രയോഗിക്കും, അവസാനം വലയിൽ വീഴുന്ന അവൻ തന്നെ ആയിരിക്കും. അതേ അവസ്ഥ ഇപ്പം നിൻ്റെയും. ഇവിടെയുള്ള എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. അവളുണ്ടല്ലോ, അവൾ കുറച്ച് ബുദ്ധിശാലിയാണ്. അവൾ ഇങ്ങനെ പൂച്ചപ്പോൾ നടക്കുന്നതേ ഉള്ളൂ, പതുങ്ങിയിരുന്നേ എല്ലാവരും രക്തൂരി കൊടുത്ത് രക്തരക്ഷസ് അവൾ എന്നൊക്കെ പറയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ നീ കാണിച്ചത്, നിന്നെ തഴഞ്ഞിട്ടില്ലേ അവൻ അങ്ങോട്ടേക്ക് പോകാൻ പോയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാ അപ്പച്ചി, അപ്പച്ചി പറഞ്ഞത് ശരിയാ, ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവൾക്കൊരു അസുഖം എന്ന് പറഞ്ഞ ഉടനെ അവൻ എന്തൊരു ഓട്ടം ഓടിയത്. എന്നെപ്പോലും വേണ്ടെന്ന് വെച്ച് എന്നെ കൈപിടിപ്പിച്ചിട്ട് അവൻ പോയത് കണ്ടില്ലേ? അതേ മോള് നന്നായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ചേച്ചി എഴുതിക്കണ്ടല്ലോ അവത്ര ശരിയൊന്നുമില്ല. മോളി വിവാഹം കഴിച്ചെന്നൊക്കെ പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല. വലവീശി പിടിക്കാനേ ഇവളുമാർ മിടിക്കുകളാ. അനിയെ ഇനി വിട്ടുകൊടുത്താലേ പിന്നെ ഒരിക്കലും മോൾക്ക് കിട്ടാൻ പോകുന്നില്ല. മോളെ വിധവയായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അനിയെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഇല്ല അപ്പച്ചി, ഒരു കാരണവശാലും ഞാൻ ചത്താലും അനിയെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറയാണ്. അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ ഫോൺ എങ്ങാനും കണ്ടുപിടിച്ചാലോ? അല്ല ഫോൺ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. ഫോൺ എന്തെങ്കിലും ഉണ്ട്? ഞാൻ ഇന്നലെ സ്വിച്ച് ഓൺ ആക്കാൻ പോകുന്നില്ല, പക്ഷേ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ഇവിടെ അല്ലേ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ആപ്പാട് പേടിയാവെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മോളൊന്നോർത്ത് പേടിക്കണ്ട, സമാധാനപ്പെട്. പിന്നെ എന്ത് ചെയ്യണമെങ്കിലും ഈ അപ്പച്ചിയോട് ചോദിച്ചു ചെയ്തോ, അപ്പച്ചി എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാം. ശരി അപ്പച്ചി എന്ന് അവൾ പറയുന്നുണ്ട്. ജലജ മനസ്സിൽ കരുതുകയാണ്, ഇങ്ങനെ ഒരു പിടിവള്ളി എൻ്റെ കയ്യിലുള്ള നല്ലതാ. കാരണം ഇവൾ എപ്പോഴെങ്കിലും എനിക്കിട്ട് നേരെ തിരികെയോ എനിക്ക് പണിതരാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോക്ക് നേരെ ഈ ആയം തൊടുത്തുടാൻ നല്ലതാ. അങ്ങനെ പറഞ്ഞ് ജലജ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഓർക്കാണ്, ഈ ഫോൺ എങ്ങനെയെങ്കിലും അവരുടെ മുറിയിലേക്ക് കൊണ്ടുവെക്കണം. കാരണം എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ ഞാൻ അകത്താണെങ്കിൽ ഇവർ തന്നെയായിരിക്കും ആദ്യം ഒറ്റാൻ പോകുന്നത്. അവർ ഒറ്റാന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ആ ഫോൺ മാറ്റി അവരുടെ മുറിയിലേക്ക് കൊണ്ടാക്കണം. അല്ലെങ്കിൽ എനിക്കിട്ട് പണി തരുന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ അവൾ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്തായാലും ഈ ഫോൺ എത്രയും പെട്ടെന്നുണ്ട് ജലജയുടെ മുറിയിലേക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ട് അനാമിക ഈ ഫോണുമായിട്ട് നേരെ ജലജ കാണാൻ ജലജയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജലജയുടെ കബോർഡിനുള്ളിൽ കൊണ്ട് ഈ ഫോണ് അനാമിക ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക ഒന്നും അറിയാത്ത പോലെ അവളുടെ മുറിയിൽ വന്നിരിക്കുകയാണ്. ശരിക്കും ജലജയ്ക്ക് പറ്റിയ ആൾ തന്നെയാണ് കേട്ടോ അനാമിക. ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൾ പ്ലാൻ ചെയ്ത് ആ ഒരു ഫോൺ കൊണ്ട് ജലജയുടെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. ജലജയാണെങ്കിലോ ഇതൊരു പിടിവലായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിൽ കരുതിക്കൊണ്ട് അവളും പോയിട്ടുണ്ട്. പക്ഷെ അവളുടെ വീട്ടിൽ അവളുടെ റൂമിനകത്ത് ഇത്ര വലിയ ബോംബ് കൊണ്ടുവച്ച കാര്യമൊന്നും ജലജ അറിയുന്നില്ല കേട്ടോ. എന്നാലും പോലീസിനോട് പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ആദർശ് പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം പോലീസ് അന്വേഷിക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷണമൊക്കെ ആരംഭിക്കുകയാണ്. ബാക്കി സ്റ്റോറി നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.